ഇത് പൊട്ടിച്ച റേറ്റ് ആണ്. ഡൽഹി പോലും കിട്ടാത്ത ചലഞ്ചിങ് പ്രൈസ്. ഡൽഹിയിൽ പോലും കിട്ടാലോ? അല്ല, ചാലഞ്ചിങ് പ്രൈസിലാണ് കൊടുക്കുന്നത്. വെറും 3,90,000 രൂപ ഫിക്സഡ് പ്രൈസ് ആണ്. 390 ഫിക്സഡ് പ്രൈസ് ആണ്. കൊടുക്കന്നെ ഒരു ആൾ 90 എടുക്കണമെങ്കിൽ തന്നെ ഒരു 4 ലക്ഷത്തിന് മേലെ. അതെ, ഒറിജിനൽ കേരള വണ്ടി. BMW X1 പെട്രോൾ വേരിയന്റ്, മിഡിൽ വേരിയന്റ് ആണ്. അലോയിൽ അടക്കം വരുന്ന മോഡൽ. ഓക്കെ, മിഡിൽ സൺറൂഫ് ഉണ്ടാവില്ല, ബാക്കി എല്ലാം ഉണ്ടാവും. ഓക്കെ, പെട്രോൾ എത്ര മൈലേജ് ഉണ്ട്? ഇതൊരു 12 കിലോമീറ്റർ മതി. അത്ര കിട്ടും. ഓക്കെ, വേറെ മെക്കാനിക്കൽ ഫിറ്റ് ആണ്. പെട്രോൾ അല്ലേ, വലിയ കാര്യമായിട്ട് കംപ്ലൈന്റ് ഒന്നും വരാനില്ല. ഓട്ടോമാറ്റിക് സെക്ഷൻ ആണ്. ഓട്ടോമാറ്റിക് ആണ്. ബ്ലാക്ക് എഡിഷൻ ആണ്. റീപ്ലേസ്മെന്റ് ഇല്ല. എന്തിനാ റീപെയിന്റ് പോലും കേറിയിട്ടില്ല. ഒറിജിനൽ പെയിന്റ് ആണ്. റീപെയിന്റ് പോലും ബമ്പറിലൊക്കെ കേറിയിട്ടുണ്ടാവും. ബമ്പറൊക്കെ കേറിയിട്ടുണ്ടാവും. അതിന്റെ മേലൊക്കെ പോയില്ല. ഓക്കെ, വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ. ഒന്നും നോക്കല്ല, കളി ചിമ്മിട്ട്. കിലോമീറ്റർ എത്രയാണ്? കിലോമീറ്റർ 72,000 കിലോമീറ്റർ ആണ്. 72,000. അത് ചെക്ക് ചെയ്തോട്ടെ. ജെന്യുവിൻ ആണ്. ഓക്കെ, പെട്രോൾ വേരിയന്റ് അല്ലേ? അതെ. ഓക്കെ, പിന്നെ മെക്കാനിക്കൽ പരമായി പിന്നെ നോക്കാമല്ലോ. കിലോമീറ്റർ കുറവെങ്കിൽ പിന്നെ വണ്ടി കണ്ടി ചിമ്മിട്ട് എടുക്കാം. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വീണ്ടും ഞാൻ ഇന്നുള്ളത് നമ്മുടെ പ്രിസിഷൻ യൂസ്ഡ് കാറിലാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും ഉറപ്പാണ്. കാരണം ലക്ഷങ്ങൾ വിലയുള്ള വാഹനങ്ങൾ ചില്ലറ പൈസക്കാണ് നിങ്ങൾക്ക് തരുന്നത്. ഒരു സ്വിഫ്റ്റ് കാർ എടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഓഡി, ബെൻസ്, അതുപോലെ തന്നെ ടാറ്റൻ്റെ നെക്സോൺ 7 സീറ്റർ, പിന്നെ BM, ഒരുപാട് വാഹനങ്ങൾ, പിന്നെ ചെറുവണ്ടികളുണ്ട്. ചെറിയ പൈസക്ക് ഇറക്കാൻ പറ്റിയ കുറേ വാഹനങ്ങളും ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. എല്ലാ വാഹനങ്ങൾക്കും 1 മാസം എഞ്ചിൻ വാറണ്ടി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എടുക്കുന്ന ആൾക്ക് ടെൻഷൻ വേണ്ട കേട്ടോ. പിന്നെ മോഡൽ കൂടിയ വാഹനങ്ങളുണ്ട്, മോഡൽ കുറഞ്ഞ മിഡിൽ റേഞ്ചിലുള്ള വാഹനങ്ങൾ കൂടുതലുണ്ട്. എന്തായാലും നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. ഇവിടെ ഇതിന്റെ ഓണർ ഉണ്ട്, ബഷീർ ഭായ്. എന്തൊക്കെയുണ്ട്? സുഖല്ലേ? ബ്ലാക്ക് ആണല്ലോ. ഇങ്ങോട്ട് വരി. പിന്നെ കഴിഞ്ഞ വീഡിയോ തകർത്തു. വണ്ടികൾ മൊത്തം ഏത് വീഡിയോ തകർപ്പല്ലേ? വീഡിയോ പിന്നെ അധികം നിക്കലില്ല വണ്ടികൾ. ഒരാഴ്ച തൊട്ട് തന്നെ. പിന്നെ എന്താ വെച്ചാൽ ഒരുപാട് പേര് ബാഡ് കമന്റ് പറയുന്നത് എന്താന്ന് വെച്ചാല്, ഞങ്ങൾ വിളിക്കുമ്പോഴത്തേന് പോകുന്നത് എന്താ വെച്ചാൽ ചെലവര് അപ്പൊ അഡ്വാൻസ് ചെയ്യാം. നമ്മൾ അത്രയും ഓഫർ പ്രൈസിനാണ് വണ്ടികൾ കൊടുക്കുന്നത്. പൊട്ടിച്ച റേറ്റ് ആണ്, പൊട്ടിച്ച റേറ്റ് ആണ്. അപ്പൊ പിന്നെ എന്താ ചെലവര് ആ സ്പോട്ടിൽ തന്നെ വണ്ടി കാണാൻ തന്നെ അഡ്വാൻസ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താന്ന് വെച്ചാൽ അവർക്ക് വണ്ടി കൊടുത്തേ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് ഹോം ഡെലിവറി ഉണ്ട്. വീട്ടിൽ വണ്ടി ഇപ്പൊ കാസർഗോഡ് പോലെ തിരുവനന്തപുരം വരെ നമ്മൾ വണ്ടി ഡെലിവറി ഉണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ചിലവര് ഞങ്ങൾ കാസർഗോഡ് നിന്നാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാസർഗോഡ് നിന്നും കണ്ണൂർ. അപ്പൊ ഇപ്പൊ 2-3 ടീമുകൾ അങ്ങനെ നമ്മൾക്ക് അക്കൗണ്ടിൽ ക്യാഷ് നമ്മൾ അവരെ വീട്ടിൽ കൊണ്ടേ കൊടുക്കാം. ഒരു ദിവസം കൊണ്ട് നമ്മൾ ഡെലിവറി കൊടുക്കും, കേരളത്തിൽ എവിടെയാണെങ്കിലും. അപ്പൊ അത് കാരണം എന്താണെന്ന് വെച്ചാൽ വിളിക്കണമെങ്കിൽ നമ്മൾ ഇല്ല, അത് സോൾഡ് ഔട്ട് ആയി എന്ന് പറയുമ്പോ അവര് കമന്റ് ആയിരിക്കാം. അല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് ഒരാൾ അഡ്വാൻസ് ചെയ്യുകയാണെങ്കിൽ ആളോട് പറഞ്ഞാൽ മതി, ഒരു ദിവസം അല്ലെങ്കിൽ 2 days വെയിറ്റ് ചെയ്യാം. അതിന്റെ ഉള്ളിൽ വന്ന് വണ്ടി കാണണം. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ വിളിക്കുമ്പോൾ നമ്മൾ ഇല്ലെന്ന് പറയും. അത് വണ്ടി പിന്നെ അഡ്വാൻസ് ആയിന് ബുക്കഡ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അവര് നമ്മള് വിളിക്കൂല. അങ്ങനെ വിഷയമുണ്ട്. അപ്പോ എന്തായാലും അങ്ങനത്തെ റേറ്റിലാണ് കൊടുക്കുന്നത്. കേരളത്തിൽ കിട്ടാത്ത റേറ്റിൽ അങ്ങനെ ഡൽഹി പ്രൈസിൽ വരെ ചില വണ്ടികൾ കൊടുക്കുന്നത്. BMW അങ്ങനെയാണ്, ഓഡി അങ്ങനെയാണ്, ബെൻസ്. ഒരുപാട് വില വ്യത്യാസം ഉണ്ടല്ലോ. വില വ്യത്യാസം നല്ല ഉണ്ട്. പക്ഷെ നമ്മളെ വണ്ടികൾ ഇപ്പൊ പ്രീമിയം ആണെങ്കിൽ കൂടി അതിന്റെ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസ് നമ്മൾ ചെയ്യില്ല. പക്ക മെക്കാനിക് കാര്യങ്ങളെല്ലാം ഫിറ്റ് ആണ്. റീപ്ലേസ്മെന്റ് ഉണ്ടാവില്ല. റീപ്ലേസ്മെന്റ് ഇല്ലാത്ത വണ്ടികൾ തന്നെയാണ് 95%. പിന്നെ എക്സ്ചേഞ്ച് കയറുന്ന വണ്ടികളുണ്ട്, അത് നമ്മൾ പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ മിക്കവാറും കച്ചവടക്കാർക്ക് തന്നെ പുറത്ത് ഒഴിവാക്കുക ചെയ്യുന്നത്. അതെ, കസ്റ്റമറോട് നമ്മൾ പറഞ്ഞിട്ട് തന്നെ ഉള്ളൂ റീപ്ലേസ്മെന്റ് കൊടുക്കുള്ളൂ. 95% റീപ്ലേസ്മെന്റ് ഉണ്ടാവില്ല. പിന്നെ വരുന്നവര് അറിയുന്നവരോട് അറിയാത്തവര് ആണെങ്കിൽ അറിയുന്നവരെ കൊണ്ടുപോകാൻ. ഞാൻ അതാ പറച്ചില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മെക്കാനിക് നമ്മളിവിടെ വലിയ ബോർഡിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കസ്റ്റമർ ഹാപ്പിയാണോ? എന്താണെങ്കിലും 100% ഹാപ്പി. കാരണം ഇവിടുന്ന് ഒരു വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് വണ്ടിക്ക് നല്ല അഭിപ്രായമാണെങ്കിൽ അവർ പിന്നെയും അവരെ അതുകൊണ്ടാണ് ഇപ്പൊ ഒരുപാട് പേര് ഇപ്പൊ ജീപ്പിന്റെ വീഡിയോ ഇട്ടാ ഒരുപാട് പേര് ബാഡ് കമന്റ് ഇട്ട് വരും. പക്ഷെ 1-2 ദിവസമുള്ള പിന്നെ വണ്ടി അവിടെ കിടക്കുക അവർക്ക് അറിയായിട്ടാണ്. കാരണം പ്രത്യേകിച്ച് ഇപ്പൊ ജീപ്പിന് ഭയങ്കര ഡിമാൻഡ്. നമുക്ക് കിട്ടാനുമില്ല, കൊടുക്കാനുമില്ല. അല്ല, ജീപ്പിന്റെ പ്രൈസ് എങ്ങനെ വെച്ചാല്, ജീപ്പ് ഒരു മോഡൽ പ്രൈസ് അല്ല, മോഡലിനല്ല ജീപ്പ് ഡിപ്പെൻഡ്, ക്വാളിറ്റിക്കാണ്.
അതിപ്പോ 60 മോഡൽ ജീപ്പ് ആണെങ്കിലും 2007 ജീപ്പ് ആണെങ്കിലും വലിയ വിലയിലൊന്നും ഇല്ല. ഇത് ക്വാളിറ്റിക്കാണ് ജീപ്പിന് വില കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അല്ല, ജീപ്പിനോട് ക്രേസി ഉള്ള ആള് എന്ത് വില തന്നിട്ട് എടുത്തു പോവുകയാണ്. അതിന് ഒരുപാട് ബാഡ് കമന്റ് ആ ജീപ്പിന്റെ വീഡിയോയിൽ ഞാൻ കണ്ടു. അപ്പൊ അതുകൊണ്ട് ആദ്യം തന്നെ പറയണം. അതെ, ഈ നമ്മള് അന്നാള് ഒരു 3 സംതിങ്ങിന്റെ ഒരു ജീപ്പ് 4 സംതിങ്ങിന്റെ അതെ, അതൊക്കെ ആള് വന്നുകൊണ്ടേ ഡീലർമാരെ വന്നുകൊണ്ടോണേ. അത് ഡീലർമാര് വന്നുകൊണ്ടാണ് അവരൊരു പ്രോഫിറ്റിന് തന്നെ അത് വണ്ടി വിറ്റിട്ടുള്ളത്. അവരെന്നോട് പറഞ്ഞതാണ്. അതെ, അപ്പൊ നമ്മള് പറയുന്നത് അത്രയും കുറച്ചിട്ടാണ് ആ വീഡിയോയിൽ തന്നെ ഇടുന്നത്. അതെ, അല്ല, അതിനോട് ഭ്രാന്തുള്ള ആൾ എന്തായാലും വില തന്നു കൊണ്ടുപോകും. അതെ, അത് അങ്ങനെയാണ്, അതിന്റെ കച്ചവടം അങ്ങനെയാണ്. കമന്റ് ഇപ്പോ സാധാരണ കമന്റ് വരലുണ്ട്, അത് നമ്മള് നോക്കിയിട്ട് കാര്യമല്ല, അറിയാം. എന്നാലും കേക്ക് കാണുമ്പോ നമുക്ക് വിഷമാണ്. ഈ ബാഡ് കമന്റുകൾ ഒരുപാട് വരുമ്പോഴേ, പ്രത്യേകിച്ച് ജീപ്പിന് വരുമ്പോ, ജീപ്പിന്റെ ഡിമാൻഡ് നമുക്കേ അറിയുള്ളൂ, ഡീലർമാർക്കേ അറിയുള്ളൂ. അതെ, എന്നാലും ഇവിടെ വണ്ടി നോക്കിയവരും വണ്ടി കൊണ്ടുപോയവർക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അറിയാം. പിന്നെ നിങ്ങൾ ടെൻഷൻ ആക്കേണ്ട ആവശ്യമില്ല. അല്ലെ, നമ്മൾ ജെനുവിൻ കച്ചവടമാണ്. പിന്നെ എന്താ പേടിക്കുന്നത്? അതെ. അപ്പോ നമുക്ക് കുറെ സംസാരിച്ചിട്ട് ലാഗ് അടിപ്പിക്കണ്ട, ഒരു വണ്ടിയായിട്ട് കാണിച്ചു കൊടുക്കുക. വീഡിയോ സ്കിപ്പ് ആക്കണ്ട കേട്ടോ, കാരണം പിന്നെ ഒക്കെ ലക്ഷങ്ങൾ പൊട്ടിച്ചിട്ടാണ് തരുന്നത്. പിന്നെ ലൊക്കേഷൻ എങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുക്കും? പാലക്കാട്, കോഴിക്കോട്, അല്ലെങ്കിൽ പെരിന്തൽമണ്ണ, മണ്ണാർക്കാട്. ഇതിന്റെ ഹൈവേയുടെ വക്കത്താണ്. കൊമ്പം എന്ന് പറയും, മണ്ണാർക്കാടിന്റെ അടുത്തായിട്ട് വരും. കൊമ്പം, ആര്യമ്പ 2 ഷോറൂം ഉണ്ട്. എവിടെ വന്നാലും നിങ്ങൾ കാണുന്ന ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോട്ടോ. മൂപ്പരെ വിളിച്ചിട്ട് പെട്ടെന്ന് വിളിച്ചിട്ട് കിട്ടാത്ത ഒരുപാട് കംപ്ലൈന്റ് പറയുന്നുണ്ട്. 4 നമ്പർ കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഞങ്ങളെ വാട്സപ്പ്, ഈ 4 നമ്പറിലും വാട്സപ്പ് ചെയ്താൽ മതി. വാട്സപ്പ് ചെയ്താൽ ഞങ്ങൾ തിരിച്ചു വിളിക്കും. ഓക്കെ, അപ്പോ മൂപ്പരെ നമ്പർ വീഡിയോയിലുണ്ട്. ആവശ്യക്കാരായാലും വിളിച്ചോ, ഓരോ വണ്ടിയായിട്ട് കാണിച്ചു കൊടുക്കാം. നേരെ വണ്ടിയിലേക്ക് പോവാം. ഇതെവിടെ ആദ്യമായിട്ട് നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു BM ഹിദ്മത്തിന്റെ വണ്ടി X1 ആണ്. ഒറിജിനൽ കേരള വണ്ടിയാണ് കേട്ടോ ബ്രോ. ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഒന്ന്. ഇത് 2011 ഒറിജിനൽ കേരള വണ്ടി. BMW X1 പെട്രോൾ വേരിയന്റ്, മിഡിൽ വേരിയന്റ് ആണ്. അലോയിൽ അടക്കം വരുന്ന മോഡൽ. ഓക്കെ, മിഡിൽ സൺറൂഫ് ഉണ്ടാവില്ല, ബാക്കി എല്ലാം ഉണ്ടാവും. ഓക്കെ, പെട്രോൾ എത്ര മൈലേജ് ഉണ്ട്? ഇതൊരു 12 കിലോമീറ്റർ മതി. അത്ര കിട്ടും? ഓക്കെ, വേറെ മെക്കാനിക്കൽ ഫിറ്റ് ആണ്. പെട്രോൾ അല്ലേ, വലിയ കാര്യമായിട്ട് കംപ്ലൈന്റ് ഒന്നും വരാനില്ല. ഓട്ടോമാറ്റിക് സെക്ഷൻ ആണ്. ഓട്ടോമാറ്റിക് ആണ്. ബ്ലാക്ക് എഡിഷൻ ആണ്. റീപ്ലേസ്മെന്റ് ഇല്ല. എന്തിനാ റീപെയിന്റ് പോലും കേറിയിട്ടില്ല. ഒറിജിനൽ പെയിന്റ് ആണ്. റീപെയിന്റ് പോലും ബമ്പറിലൊക്കെ കേറിയിട്ടുണ്ടാവും. ബമ്പറൊക്കെ കേറിയിട്ടുണ്ടാവും. അതിന്റെ മേലൊക്കെ പോയില്ല. ഓക്കെ, വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ. ഒന്നും നോക്കല്ല, കളി ചിമ്മിട്ട്. കിലോമീറ്റർ എത്രയാണ്? കിലോമീറ്റർ 72,000 കിലോമീറ്റർ ആണ്. 72,000. അത് ചെക്ക് ചെയ്തോട്ടെ. ജെനുവിൻ ആണ്. ഓക്കെ, പെട്രോൾ വേരിയന്റ് അല്ലേ? അതെ. ഓക്കെ, പിന്നെ മെക്കാനിക്കൽ പരമായിട്ട് പിന്നെ നോക്കാം. കിലോമീറ്റർ കുറവെങ്കിൽ പിന്നെ വണ്ടി കണ്ണി ചിമ്മിട്ട് എടുക്കാം. അതെ. എത്രക്ക് ചെയ്യാൻ പറ്റും? ഇത് പൊട്ടിച്ച റേറ്റ് ആണ്. ഡൽഹി പോലും കിട്ടാത്ത ചലഞ്ചിങ് പ്രൈസിലാണ് കൊടുക്കുന്നത്. വെറും 3,90,000 രൂപ ഫിക്സഡ് പ്രൈസ് ആണ്. 390 ഫിക്സഡ് പ്രൈസ് ആണ്. ഒരു ആൾട്ടോ 800 എടുക്കണമെങ്കിൽ തന്നെ ഒരു 4 ലക്ഷത്തിന് മേലെ. അതെ. ഓക്കെ, ആവശ്യക്കാരാണെങ്കിൽ വേഗം ബുക്ക് ചെയ്തോട്ടോ. ആദ്യം തന്നെ പറയാം അരിസ്ക, ഇത് പ്രൈസ് നെഗോഷ്യബിൾ അല്ല, ഫിക്സഡ് പ്രൈസ് ആണ്. ഫിക്സഡ് പ്രൈസ്. ഓക്കെ, ഇതിലൊന്നും കുറക്കാനില്ല. ആയിക്കോട്ടെ. അപ്പോ ആദ്യം വിളിക്കുന്നവർക്ക് വണ്ടി, ബുക്ക് ചെയ്യുന്നവർക്ക് വണ്ടി നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യും. അതായത് 2 ദിവസം വെയിറ്റ് ആക്കും അല്ലെ? അതെ. ഓക്കെ, ഇവിടെ ഒരു കുത്തമ്മിനാർ 7 സീറ്റ് വണ്ടിയാണ്. ഒരു 8-10 ആളുകൾ ഇതിന് 7 സീറ്റർ ആണ്. 8 ആൾക്ക് 10 ആൾക്ക് ഇരിക്കാം, അത്രയും സ്പേസ് ഉണ്ട്. ഒരു കുത്തമ്മിനാറാണ്. ബ്രോ, ഇത് എങ്ങനെയാണ്? ടാറ്റന്റെ ഓക്കെ, ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു. ഇത് 2017 ലാസ്റ്റ് സിംഗിൾ ഓണർ ആണ്. കമ്പനി സർവീസ് ആണ്. കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. ഓക്കെ, എക്സലന്റ് വണ്ടി. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഇല്ല. കറക്റ്റ് 1 lakh സംതിങ്. ഇപ്പൊ മേജർ സർവീസ് കഴിഞ്ഞു. വേറെ മേജർ ആക്സിഡന്റോ ഹിസ്റ്ററി ഒന്നുമില്ല. പക്കാ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി. ഓപ്ഷൻ ഏതാ? മിഡിലാ ഫുൾ? മിഡിൽ ഓപ്ഷൻ. മിഡിലാണ്. അലോയ്സ് കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. പുത്തൻ 4 ടയർ ഉണ്ട്. ആൻഡ്രോയിഡ് ഒക്കെ ഉണ്ടോ? ആൻഡ്രോയിഡ് ഇല്ല. കമ്പനി മ്യൂസിക്. അത് ആൻഡ്രോയിഡ് തന്നെയാണത്. ആൻഡ്രോയിഡ് ആണ്. അല്ല, ഞാൻ ഉള്ളുഭാഗം നോക്കിയില്ല, അതാ ചോദിച്ചത്. കമ്പനി മോഡലാണ്. കമ്പനി അതേ മോഡൽ. ആയിക്കോട്ടെ. വണ്ടിമ വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. മെക്കാനിക്കലി 100% ഫിറ്റ്. ഇത് ഡീസൽ മാനുവൽ ഓട്ടോമാറ്റിക്കാ? ഡീസൽ മാനുവൽ വണ്ടിയല്ലേ? മൈലേജ് ഒക്കെ എത്ര കിട്ടും? ഹെക്സക്ക് പ്രത്യേകത ഉണ്ട്. 7 സീറ്റിൽ ഏറ്റവും മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയുള്ള ഒന്നാണ് ഹെക്സ. ആവറേജ് മൈലേജ് തന്നെ 16ന്റെ മുകളിൽ വരും. നെക്സ ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റും. അല്ല, കുറെ ആള് പറയാറുണ്ട് നെക്സ നല്ല വണ്ടി എന്ന് പറയാം. നല്ല വണ്ടിയാണ്.
ആവറേജ് എന്ന് വെച്ചാൽ എത്ര മൈലേജ് കിട്ടും? 16ന്റെ മുകളിൽ 16ന്റെ മേലെ 18 വരെ എത്തുന്നുണ്ട്. ഉറപ്പാണ്, ഞാൻ ഗ്യാരണ്ടി തരുന്ന വണ്ടി. ഓക്കെ, വണ്ടി മെക്കാനിക്കലി പരമായിട്ട് ഫിറ്റ് ആണ്, ഒരു 100%. എല്ലാം പക്ക ഹിസ്റ്ററി ഉള്ള വണ്ടി, എല്ലാ ഹിസ്റ്ററി. പിന്നെ 4 ടയറും പുതിയതാണ്. കണ്ണ് ചിമ്മിട്ട് എടുക്കുക. 6,90,000 രൂപ ഫിക്സഡ് പ്രൈസ്. 6 ലക്ഷം ലോൺ ഇട്ട് കൊടുക്കുക. ലോൺ 6 ലക്ഷം, 7,15 ലക്ഷം രൂപ IDV ഉണ്ട് ഇൻഷുറൻസിന്. ഓക്കെ, 6 ലക്ഷം രൂപ കണ്ണ് ചിമ്മി ലോൺ ഇട്ട് കൊടുക്കുക. 6 ലക്ഷം ലോൺ ഇല്ല ആൾക്കാർക്കാണ്. അതെ, 690 ആസ്ക് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടോ. ഇവിടെ ഒരു ഖിദ്മത്തിന്റെ ഒരു C ക്ലാസ് ബെൻസ് ആണ് നിങ്ങളെ കാണിക്കുന്നത്. ബ്രോ, ഇത് എങ്ങനെയായിരുന്നു? കേരള വണ്ടി അല്ലേ? ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ, മോഡലൊക്കെ 2006 ആണ്. ഒറിജിനൽ കേരള വണ്ടി. 31 വരെ പുതിയ പേപ്പർ. 31 വരെ എല്ലാ പേപ്പറും ക്ലിയർ ആണ്. ഓക്കെ, പേഴ്സണൽ അറിയുന്ന ആളെ വണ്ടിയാണ്. നീറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി. നല്ല രീതിയിൽ എക്സ്റ്റീരിയർ ആണെങ്കിലും എഞ്ചിൻ ബേസ് ആണെങ്കിലും പക്ക മെയിൻറ്റെയിൻ ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, ജസ്റ്റ് പുതിയ വണ്ടി വരെ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി. അതെ, കാണാൻ നല്ല വൃത്തിയുണ്ട്. സൺറൂഫ് ഒക്കെ വരുന്നുണ്ട് അല്ലേ? എല്ലാം ഉണ്ട്, സൺറൂഫ് അടക്കമുള്ള വണ്ടിയാണ്. എല്ലാം വരുന്നുണ്ട്. വണ്ടി മെക്കാനിക്കല് ഫുൾ ഫിറ്റ് അല്ല? അതെ. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ ഒരു റീപ്ലേസും ഇല്ല. വെൽ മെയിൻറ്റെയിൻ ആണ്. ലേറ്റസ്റ്റ് ഇപ്പൊ അടുത്താണ് 1 ലക്ഷം ആയത്, ഇവിടെ വന്നിട്ടായത്. ഓക്കെ, ഓട്ടൊക്കെ ജെനുവിൻ ആണ്. 1 lakh കറക്റ്റ്. 1 lakh ജെനുവിൻ കിലോമീറ്റർ. ഓക്കെ, ഇത് എത്ര വില? നമുക്ക് ഫൈനൽ 5.5 കൊടുക്കാം. 5.5 കൊടുക്കാം. ഓക്കെ, ലോൺ കിട്ടോ? ലോൺ ഒന്നും കിട്ടാൻ സാധ്യതയില്ല അല്ലെ? അപ്പൊ ആവശ്യക്കാരെ വിളിച്ചോട്ടോ. ഒരു ഡീലറും തരാത്ത വിലക്ക് ഒരു ടൊയോറ്റന്റെ കൊറോള, അതും ഓട്ടോമാറ്റിക് വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. നല്ല കിതുമത്തിന്റെ പെട്ടി പീസാണ് കേട്ടോ. ബ്രോ, ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2006 ഒറിജിനൽ കേരള. നിപ്പോൺ ടൊയോട്ടയിൽ നിന്ന് വാങ്ങിയ വണ്ടിയാണ്. പുതിയ ഡോക്യുമെന്റാ. 2031 വരെ പുതിയ ഡോക്യുമെന്റ്. ഓക്കെ, പുതിയ പേപ്പർ. റീപ്ലേസ്മെന്റ് ഇല്ല. റീപെയിന്റ് പോലും കറക്റ്റ് 1 lakh. 1 lakh ഓടിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്, തട്ടുമുട്ടി ഒന്നുമില്ല. ഉള്ളു നോക്കുകയാണെങ്കിൽ പുറത്തു നോക്കുകയാണെങ്കിൽ നല്ല വണ്ടി. നീറ്റ് ആൻഡ് ക്ലീൻ അല്ല? 1 രൂപയുടെ വർക്ക് ഇതുമേ ഇല്ല. എടുക്കുന്ന ആൾക്ക് കണ്ണി ചിമ്മിട്ട് എടുക്കാം. 100% ഉറപ്പല്ലേ? ഇൻഷുറൻസ് വരെ അടുത്ത വർഷം വരെ. ഓക്കെ, എത്ര കൊടുക്കത്? ഒറ്റ വിലയാണ്, ഫിക്സഡ് പ്രൈസ് ആണ്. ഒറ്റിച്ച റേറ്റ് 190. 190 ലാസ്റ്റ് ആണ് കേട്ടോ. അതിലൊന്നും കുറയില്ലല്ലോ? ഒന്നും കുറയില്ല. ഓക്കെ, അപ്പൊ ആവശ്യക്കാരെ വിളിച്ചോ. ഇവിടെ ഒരു ഖിദ്മത്തിന്റെ Audi A6 ആണ് നിങ്ങളെ കാണിക്കുന്നത്. അതും ഒരു സ്വിഫ്റ്റ് കാർ എടുക്കുന്ന പൈസ കൊടുക്കാം. കേരള വണ്ടിയല്ല ബ്രോ? ഒറിജിനൽ കേരള വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ, റീപ്ലേസ്മെന്റ് ഇല്ല. എത്രയാണ് മോഡല്? 2013 വണ്ടി. ഫുൾ ലോൺ ഇട്ട് കൊടുക്കാം. ഫുൾ ലോൺ, ഒരു പൈസ വേണ്ടല്ലോ? പൈസ വേണ്ട. ഓക്കെ, വണ്ടിന്റെ ഫുൾ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു കൊടുത്താൽ. ഇത് 2013 ഒറിജിനൽ കേരള Audi A6 എയറോമാറ്റിക് സസ്പെൻഷൻ വരുന്നത്. ഓക്കെ, വണ്ടിക്ക് മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഇല്ല. പക്ക മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. 9 ലക്ഷം IDV ഉണ്ട്. 9 ലക്ഷം. ഓക്കെ, ഏത് ഓപ്ഷൻ? ഇത് ഫുൾ ആയി മിഡിൽ ഓപ്ഷൻ. സൺറൂഫ് ഇല്ലാത്ത മാത്രമേ ഉള്ളൂ. ഡീസൽ ഓട്ടോമാറ്റിക്. മൈലേജ് ഒക്കെ എത്ര കിട്ടും ഇതിന്? ആവറേജ് മൈലേജ് 14 കിലോമീറ്റർ. 14 കിലോമീറ്റർ മൈലേജ് കിട്ടും. വണ്ടിമ വേറെ ഒന്നുമില്ല. മെക്കാനിക്കലും ഫിറ്റ് ആണ്, ബോഡി ബ്രാൻഡും ഫിറ്റ് ആണ്. ഇന്ത്യയിൽ എക്സ്റ്റീരിയർ ആണെങ്കിലും എല്ലാം പക്ക മൈലേജ് ചെയ്ത. എത്ര ചെയ്യാൻ പറ്റും? 7,30,000 രൂപ. 7,30,000 രൂപ. 30,000 രൂപ കൊടുക്കാം. 7,30,000 ലോൺ ഇട്ട് കൊടുക്കാം. ലോൺ ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ക്യാഷ് ബാക്ക് അങ്ങോട്ട് കൊടുക്കാം. അതെ, അങ്ങോട്ട് വേണമെങ്കിൽ കിട്ടും. കിട്ടും. ഇതെവിടെ പൊട്ടിച്ച വെൽക്കൊരു നെക്സോൺ ആണ് നിങ്ങളെ കാണിക്കുന്നത്. ബ്രോ, ഇത് എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2018-19 രജിസ്ട്രേഷൻ. 19 രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വണ്ടി. റീപ്ലേസ്മെന്റ് ഇല്ല. 4 ടയർ പുത്തനാണ്. വേറെ അപാകതകളൊന്നുമില്ല. ഏതാ ഓപ്ഷൻ? XM മിഡിൽ. XM അല്ലേ? ഓക്കെ, വണ്ടി ഓട്ടം എത്ര ഉണ്ട്? കറക്റ്റ് 1 lakh. കറക്റ്റ് സർവീസ്. ഇപ്പൊ മേജർ സർവീസ് ഹിസ്റ്ററിക്ക് കാണിക്കാൻ പറ്റുമോ? തട്ട് ഇടി കുത്തൊന്നുമില്ല. മെക്കാനിക്കലായിട്ട് 100% ഫിറ്റ് ആണ്. മിയാമി അല്ലേ? അതെ. എത്ര ഇത് ആസ്ക് ചെയ്യുന്നത്? ഇത് 4.5 കൊടുക്കാം. 4.5 കൊടുക്കാം. അതും 2019 വണ്ടി. 19 വണ്ടി. ഫുള്ളി ലോണിൽ കൊടുക്കാം. ഏകദേശം 90% ലോൺ കിട്ടും. 10-20 രൂപ കൊണ്ടുവന്നാല് ലോൺ കൊടുക്കാം. ഒരു വണ്ടിയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കി. ഒരു SUV ടൈപ്പ് വണ്ടിയാണ്, ഫോർഡിന്റെ എക്കോ സ്പോർട്ട്. ഈ ഫോർഡിന്റെ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു വാഹനമാണ്. SUV ടൈപ്പ് ആണ്. അതും ഡീസലില് 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഒരു ടെൻഷനും വേണ്ട. ബ്രോ, ഇത് കേരള വണ്ടി അല്ലേ? ഒറിജിനൽ കേരള. എങ്ങനെയായിരുന്നു കാര്യങ്ങൾ? ഇത് ഫോർഡ് എക്കോ സ്പോർട്ട് ടൈറ്റാനിയം ഫുൾ ഓപ്ഷൻ. 15 രജിസ്ട്രേഷൻ. 14 മോഡൽ, 15 രജിസ്ട്രേഷൻ. 14 മോഡൽ, 15 രജിസ്റ്റേർഡ്. അതെ. ഓക്കെ, ഓട്ടം എത്ര ഉണ്ട്?
ഓട്ടോ ഒരു 1.10. 1.10 ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ. നീറ്റ് ആൻഡ് ക്ലീൻ. പൊട്ടിച്ച റേറ്റ് എത്ര? ഫിക്സഡ് പ്രൈസ് ആണ്. 3,80,000 രൂപ. 3.80. 3 ലക്ഷത്തിന്റെ മുകളിൽ ലോണും പാസ്സാവും. 15 രജിസ്റ്റർ ആയിട്ടുള്ള വണ്ടി കൊടുക്കന്നെ ഫുള്ള് കൊടുക്കന്നല്ല, ഫുള്ള് ലോൺ കൊടുക്കാം. ഫുള്ള് ലോൺ നല്ല കിരുമത്തിന്റെ ഒരു ഹോണ്ട സിറ്റി ആണ് നിങ്ങളെ കാണിക്കുന്നത്. ഡീസലാണ്, ചെറിയ ബഡ്ജറ്റിൽ കൊടുക്കല്ലോ ബ്രോ. എങ്ങനെയായിരുന്നു കാര്യങ്ങള്? 2014 ഒറിജിനൽ കേരള. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ. കമ്പനി സർവീസ്. ഓക്കെ. 1.5 ലക്ഷം ഓട്ടം. 1.5 ഓട്ടം. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഫൈനല് ഫിക്സഡ് പ്രൈസ് 4.80. 4.80 കൊടുക്കാം. 4 ലക്ഷത്തിന്റെ മുകളിൽ ലോൺ ഇട്ട് കൊടുക്കാം. ലോൺ ഇട്ട് കൊടുക്കുക. അതും ഒറിജിനൽ കേരള. വണ്ടിമേ യാതൊരു പ്രശ്നമില്ല. 4 ടയർ പുതിയതാണ്. റീപ്ലേസ്മെന്റ് അപാകതകളോ ഒന്നുമില്ല. ഉള്ളും പുറത്തൊക്കെ നോക്കണം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ അല്ല, നല്ല അടിപൊളി കളർ. ഒരു മാർക്കറ്റുള്ള കളറാണ് അല്ല. അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഡീസലില് 20-25 കിലോമീറ്ററോളം മൈലേജ് കിട്ടുന്ന ഒരു വാഹനം ഹോണ്ടന്റെ അമേസാണ്. ദുനിയാവിന്ന് എവിടുന്ന് കിട്ടാത്ത വിലക്ക് നിങ്ങൾക്ക് വണ്ടി തരും കേട്ടോ. കൊടുക്കൂലേ? കൊടുക്കാം. എങ്ങനെയായിരുന്നു മോഡൽ? ഇത് 2014-15 രജിസ്ട്രേഷൻ. 15 രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വാഹനം. സിംഗിൾ ഓണർ, കമ്പനി സർവീസ്. ഒറ്റ ഓണറാണ്. ഒറ്റ ഓണർ. അതെ, അലോയിൽ അടക്കം വരുന്ന എസ് വേരിയന്റ്. എസ് ആണ് ഓപ്ഷൻ. വണ്ടി എന്ത് പാട്? മെക്കാനിക്കൽ ഒന്നുമില്ല. മെക്കാനിക്കൽ എല്ലാം ഫിറ്റ് ആണല്ലോ. എത്രക്ക് ചെയ്യാൻ പറ്റൂത്? ഒറ്റ വില ഫിക്സഡ് പ്രൈസ് 2.80 ലോൺ ഇട്ട് കൊടുക്കാം. 2.80 ലോൺ ഇട്ട് കൊടുക്കാം. ഇതാ ജീപ്പ് പ്രേമികൾക്കായിട്ട് ഒരു കിടിലം വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. ബ്രോ എങ്ങനെ മോഡൽ? ഇത് 2000 മോഡൽ MDI എഞ്ചിന്. ഓക്കെ. 30 വരെ ഫുള്ള് പേപ്പർ. പുതിയ ഇൻഷുറൻസ്. നീറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്താണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ള വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി എന്ത് പാട്? മെക്കാനിക്കൽ എല്ലാം ഫിറ്റ് ആണ്. എല്ലാം ഫിറ്റ്. ബോഡി പരമായിട്ട് ഫുൾ ഫിറ്റ് അല്ല. ബോഡി ആണെങ്കിലും എഞ്ചിൻ ബേസ് ആണെങ്കിലും ഫുൾ ഫിറ്റ്. ഒരുപാട് വർക്ക് എടുത്ത വണ്ടി. ഇന്റീരിയർ ഭാഗത്ത് നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് വൃത്തി ഉണ്ടല്ലോ കാണാൻ. വണ്ടിയാ. എത്രക്ക് കൊടുക്കാൻ പറ്റും? ഒറ്റ വില 2.85 കൊടുക്കാം. 2.85 കൊടുക്കാം അല്ല. അതെ, ആവശ്യക്കാർ വരട്ടെ. പുതിയ ഇൻഷുറൻസ്. 30 വരെ ഫുൾ ഡോക്യുമെന്റ്. ഫുള്ള്. അതെ. ഓക്കെ. ഇതെവിടെ ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. അതും ചെറിയ ബഡ്ജറ്റിൽ സ്വന്തമാക്കാം. മാക്സിമം ലോണും ചെയ്യാം കേട്ടോ. ബ്രോ ഇത് എങ്ങനെയായിരുന്നു? ഇതിന്റെ 2014-15 രജിസ്ട്രേഷൻ. 15 രജിസ്റ്റേർഡ് ആയിട്ടുള്ള സിംഗിൾ ഓണർ. മാരുതിന്റെ കേട്ടൻ ആൾട്ടോ കേട്ടൻ ഓട്ടോമാറ്റിക് VXI ആണ്. ഓപ്ഷൻ പിന്നെ ഫുൾ ആണല്ലേ? അതെ. ഓക്കെ. ഓട്ടോക്ക് എത്ര ഉണ്ടാവും? ഓട്ടോ 1 lakh സംതിങ്. അത് കറക്റ്റ് സർവീസ് ആണ്. സർവീസ് ഹിസ്റ്ററി ഉണ്ട് പക്ക. ഓക്കെ. റീപ്ലേസ്മെന്റ് ഇല്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒരു സാധനം മാറിയില്ല. നല്ല ക്വാളിറ്റി വണ്ടി അല്ലേ? ഓക്കെ. മെക്കാനിക്കൽ ഫിറ്റ് ആണ്. ഓണർഷിപ്പ് എത്രയുണ്ട്? സിംഗിൾ ഓണർ. ഒരേ ഒരു ഓണർ. ഓക്കെ. എത്ര ആസ്ക് ചെയ്യുന്നേ? ഓഫർ പ്രൈസ് ആണ്. പൊട്ടിച്ച റേറ്റ് ആണ്. ഫൈനൽ പ്രൈസ് ആണ് 2.5 ലക്ഷം രൂപ. 2.5 ലക്ഷം രൂപ കൊടുക്കാം. അതെ. 15 രജിസ്റ്റേർഡ് ആയിട്ടുള്ള വണ്ടി. ഓട്ടോമാറ്റിക്കലി മാക്സിമം ലോൺ ഫുള്ള് ചെയ്യാൻ പറ്റും. 2ന്റെ മുകളിൽ ലോൺ ചെയ്യാൻ പറ്റും. 2ന്റെ മുകളിൽ നമുക്ക് ലോൺ. 2ന്റെ മേലെ. ഓക്കെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോ. ഇവിടെ ഡാറ്റ്സന്റെ റെഡിഗോ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വണ്ടി. അത് ചെറിയ പൈസ കൊടുക്കാം. എങ്ങനെയായിരുന്നു ഇത് കാര്യങ്ങള്? അത് 2018 വണ്ടി. സിംഗിൾ ഓണർ. ഒരേ ഓണർ. 60,000 കിലോമീറ്റർ മാത്രം ഓടി. വെറും 60,000. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പക്കാ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി. നല്ല രീതിയിൽ കൊണ്ടുവന്ന. ഓക്കെ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതും 2 ലക്ഷത്തിന്റെ മുകളിൽ ലോൺ ചെയ്യാം. 2.5 ലക്ഷം രൂപ കൊടുക്കാം. 2.5 കൊടുക്കാം. 2.5 മേലെ ലോൺ ചെയ്യാം. അല്ല, 2ന്റെ മുകളിൽ നമുക്ക് ലോൺ ചെയ്യാം. 2.5 നമുക്ക് വണ്ടി കൊടുക്കാം. അതന്നെയാ പറഞ്ഞത്, നിങ്ങൾ കേട്ടില്ല. ഓക്കെ. അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോ. ഇവിടെ നമുക്ക് ചെറിയൊരു സ്കൂട്ടറിന്റെ പൈസ കൊടുക്കാം. സ്കൂട്ടറിനേക്കാളും കുറഞ്ഞ റേറ്റ് കൊടുക്കാം. ഓക്കെ. ഫോർഡിന്റെ ഫിഗോ ഡീസലില് 20 കിലോമീറ്റർ മൈലേജ് വാഹനം. എങ്ങനെയായിരുന്നു കാര്യങ്ങൾ? 12-13 രജിസ്ട്രേഷൻ. 13 രജിസ്റ്റേർഡ് അല്ല? രജിസ്റ്റേർഡ് വണ്ടി. 28 വരെ പേപ്പർ ഉണ്ട്. 28 വരെ പേപ്പർ ഉണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഡീസലാണ്. നമുക്ക് ഒരു പ്രശ്നമൊന്നുമില്ല. എടുക്കുന്ന ആൾക്ക് എന്തെങ്കിലും വർക്ക് ഉണ്ടോ? ഒന്നുമില്ല. ചെയ്യാനൊന്നും. അതെ അതെ. ഓക്കെ. എത്ര ആസ്ക് ചെയ്യുന്നേ? ഇത് നമുക്ക് 90 രൂപ കൊടുക്കാം. വെറും 90,000 രൂപ ഫിക്സഡ് പ്രൈസ് ആണ്. 13 രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വണ്ടി. അതും ഓട്ടം വല്ലാണ്ടുണ്ടോ? ഇല്ല. കറക്റ്റ് 1 lakh. 1 lakh എന്നല്ല. അതെ. ഓക്കെ. ഡീസലില് 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വോക്സ്വാഗന്റെ വെൻഡോ. അതും ഒരു ഡീലറും തരാത്ത വിലക്ക് ഇവിടുന്ന് തരും. ഒറിജിനൽ കേരള വണ്ടിയാണ് കേട്ടോ ഇത്. കാരണം ഈ വണ്ടിക്ക് വേറലുണ്ട് ഈ വെൻഡോ. അതുകൊണ്ടാണ് പറയുന്നത് കേരള വണ്ടിയാണ് ഇത്.
ബ്രോ ഇത് എങ്ങനെയായിരുന്നു കാര്യങ്ങള്? ഇത് 2012 സിംഗിൾ ഓണർ. ഓക്കെ. 90% കമ്പനി സർവീസ് ആണ്. ഓട്ടം എത്രയുണ്ട്? ഓട്ടം കറക്റ്റ് 1.5 ഓടിയിട്ടുണ്ട്. സർവീസ് ഒക്കെ ഉണ്ടല്ലോ? പക്ക സർവീസ് ഉള്ള വണ്ടിയാണ്. വീലുണ്ട്. ഇത് ഓപ്ഷന് ഫുള്ള് അല്ല മിഡിലാണ്. ഓക്കെ. അലോയ്സ് ഒക്കെ വരുന്നുണ്ട്. വണ്ടി വേറെ തട്ടുമുട്ട് ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് മേജർ ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. എത്രക്ക് ചെയ്യാ ഇത്? പൊട്ടിച്ച റേറ്റ് 2.25 ലക്ഷം രൂപ. 2.25 കൊടുക്കാം. ലോൺ എത്ര കിട്ടും? ഇതിന് വാങ്ങണമെങ്കിൽ 2 ലക്ഷത്തിന്റെ മുകളിൽ ലോൺ കിട്ടും. പക്ഷെ 1 വർഷത്തിന് കിട്ടുള്ളൂ. ഓക്കെ. ചില്ലറ പൈസ ഉണ്ടെങ്കിൽ ലോൺ തീർക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോട്ടോ. ഒരു ചെറിയ ബഡ്ജറ്റിൽ, ഒരു മഴക്കാലമാണ്, ചെറിയ ബഡ്ജറ്റിൽ ഇറക്കാൻ പറ്റിയ ഒരു വണ്ടി. എത്ര കൊടുക്കുക ഇത്? ഇത് എക്സ്ചേഞ്ച് വന്നത് ആരിസ്ക 2002 1.5 വർഷത്തെ പേപ്പർ ഉണ്ട്. MBF AC. ഇത് നമുക്ക് 45 രൂപ. 45 രൂപ? അതെ. ഒരു 10 രൂപ കൊടുത്തു പോകുന്നു ഒഴിവാക്കാണ്. അതെ. എത്ര? 45 കൊടുക്കാം. അതിലെന്ന് കുറയോ? അതിൽ കുറയല്ല. AC ഉള്ള വണ്ടിയല്ല, MPF എഞ്ചിനാണ്. 18 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടും അല്ല. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കോ.